അസ്സലാമു അലൈക്കും. സെൻസൈറ്റി ദുരന്തമാണ് നാസ്തികത എന്ന ശീർഷകത്തിൽ എറണാകുളം ടൗൺ ഹാളിൽ നടന്ന പഠന പരിപാടി കെങ്കേമമായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആദരണീയരായ പണ്ഡിതർക്കും സംഘാടകർക്കും ഒരു ബിഗ് സല്യൂട്ട്, 1000 അഭിനന്ദനങ്ങൾ. ടൈം ഷെഡ്യൂൾ, അറേഞ്ച്മെൻറ്റ്, ഇൻസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വേറിട്ടൊരു പരിപാടിയായിരുന്നു സെൻസൈറ്റി എറണാകുളം. ഖുർആൻ, ഹദീസ്, ഇസ്ലാം, സയൻസ്, ദൈവവിശ്വാസം, ഇസ്ലാമിലെ കർമ്മങ്ങൾ, ഭാഷ തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങളിൽ കഴിവുറ്റ പണ്ഡിതർ എറണാകുളം ടൗൺ ഹാളിൽ നിരന്നപ്പോൾ നാസ്തികർ കാലാകാലങ്ങളിലായി സോഷ്യൽ മീഡിയയിലും മറ്റും ഇസ്ലാമിനെ കൊച്ചാക്കാൻ വേണ്ടി നടത്തിയിരുന്ന സകല പരിശ്രമങ്ങളുടെയും നട്ടെല്ലൊടിക്കുകയോ മൊത്തം കാറ്റുപോവുകയോ ചെയ്ത അനുഭവമാണ് ഉണ്ടായത്. യുക്തിവാദം, സ്വതന്ത്ര ചിന്ത, ലിബറലിസം ഇതെല്ലാം മാനവനെ വൻ വിപത്തിലേക്കാണ് തള്ളിവിടുന്നത്. ലക്ഷ്യബോധമില്ലാത്തവരും സാംസ്കാരിക ജീർണത അനുഭവിക്കുന്നവരുമായ ശല്യങ്ങളുമായ ഒരു തലമുറയെയാണ് ഇന്നത്തെ സ്വതന്ത്ര ചിന്തകർ സൃഷ്ടിക്കുന്നത്. ഇസ്ലാമിനെ പറ്റി പഠിക്കാത്ത രവിമാരുടെയും തെരുവത്തുകാരുടെയും ഇസ്ലാമിനെ കൊച്ചാക്കിയും പരിഹസിച്ചുമുള്ള അപവാദങ്ങൾക്ക് അക്കമിട്ട മറുപടിയായിരുന്നു എറണാകുളം ടൗൺ ഹാൾ സാക്ഷിയായത്. തലയെക്കെട്ട് കെട്ടിയവർ അല്പജ്ഞാനികളാണെന്ന ഇക്കൂട്ടരുടെ ജൽപ്പനങ്ങളും അല്പത്തരവും സയൻസും മാത്സും ഫിലോസഫിയും സൈക്കോളജിയും ലോജിക്കും ആവശ്യമായ ചേരുവയിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയപ്പോൾ തെരുവത്തിൻ്റെയും രവിസാറിൻ്റെയും അല്പത്തരമാണ് കടപുഴകി വീണത്. ഭൗതിക കോളേജിൽ നിന്നും മറ്റു കലാലയങ്ങളിൽ നിന്നും സംശയങ്ങളുമായി പരിപാടി വീക്ഷിക്കാൻ വേണ്ടി വന്ന ഒട്ടനേകം ചെറുപ്പക്കാർ പരിപാടിക്ക് ശേഷം യുക്തിവാദികളുടെ അഭിപ്രായങ്ങളും ചിന്തകളും ഇവിടെ കബറടക്കം ചെയ്തുവെന്നാണ് അഭിപ്രായപ്പെട്ടത്. വിഷയം അവതരിപ്പിച്ചു സംസാരിച്ച എല്ലാ പണ്ഡിതരും അവരുടെ ടോപ്പിക്കിനോടും സമയനിഷ്ഠ പാലിക്കുന്നതിലും സദസ്സിനെ മാനിക്കുന്നതിലെയും എവിടെയും കാണാത്ത അനുഭവമായിരുന്നു എറണാകുളം ടൗൺ ഹാളിൽ അരങ്ങേറിയത്. റാഷണൽ ക്ലബിൻ്റെ അംഗങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.